നിക്ക് താൻ എവിടെ കൊണ്ടുപോണ്? അല്ല മോളെ എവിടേക്കാ പോണ്ടേ? ഞാൻ പറഞ്ഞില്ലേ എന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടാക്കാൻ. സ്റ്റുഡിയോ അതെ എവിടെ സ്റ്റുഡിയോ? താൻ കുടിച്ചിട്ടോ? സത്യം പറടോ. മോളെ ഞാൻ കുടിച്ചിട്ടില്ല. താൻ കുടിച്ചിട്ടുണ്ട്? ഞാൻ കുടിച്ചിട്ടില്ല. താൻ വെറും ഫിറ്റ് ആണല്ലോ. ഡയലോഗ് മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. വെള്ളം അടിച്ചിട്ടാണ് വണ്ടി ഓട്ടോ ഓടിക്കുന്നത്. വെള്ളം അടിച്ചിട്ടാണ് ഇയാൾ ഓട്ടോ. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. ഇവിടുത്തെ ക്രമസമാധാന നില ആകെ തകരാറിലായിരിക്കുന്നു. നീപ്പച്ചന് മനസ്സിലായില്ലേ? തന്റെ അന്നം മുടങ്ങണം. എനിക്ക് വേണ്ടത് താൻ കൂട്ടിച്ചാണ് വണ്ടി ഓടിക്കണത്. അല്ലെങ്കിൽ തന്നെ എനിക്കിപ്പോ റീച്ചില്ല. ബസ്സിൽ പോയിട്ട് വീട് എടുക്കാൻ വെച്ചാൽ പക്ഷെ പലരും പിടിക്കരുത്. അപ്പൊ ഓട്ടോസിൽ വന്ന് എടുക്കാൻ വെച്ചു. ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷമുള്ള ചില ഏടാകൂടങ്ങളല്ലേ വൈറലാവുന്ന ഇപ്പൊ ചിലരുടെ വയറ്റി പഴപ്പ്. സാധാരണക്കാരൻ കയറാൻ പറ്റുള്ളൂ. താൻ എന്ത് വിചാരിച്ചേ എന്നെ കുറിച്ച്? എനിക്ക് പണ്ടത്തെ റീച്ചിലെ ഡിമാൻഡ് ഇല്ല. ഞാൻ ആകെ തളർന്നെനിക്ക്. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അതെ അതെ എന്റെ പേര് ഇത് എന്നെ ഉദ്ദേശാണ്, എന്നെ തന്നെ ഉദ്ദേശാണ്, എന്നെ മാത്രം ഉദ്ദേശാണ്. ഈശ്വര, ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? ഞാനാക്കണ അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. അതെ എന്റെ പേര് അറിയാലോ. അങ്ങനെ ആക്കില്ലേ? ശരിയോ? തന്റെ അണ്ണൻ ഞാൻ മുടക്കിന്റെ ബാക്കി കയറല്ലോ. എന്റെ തിരിച്ചു പിടിക്കും. ചേട്ടനാണോ മറ്റേ കള്ളുടിച്ച് ഓട്ടോ എടുക്കുന്ന ആള്? ഓനെ ഈ കാരണം എന്റെ എല്ലാ ഓട്ടങ്ങളും ഇല്ലാണ്ടാവണ്. എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. വണ്ടിയിൽ രണ്ടുപേരും ഒന്ന് കയറി. അവരാ വണ്ടി കയറിയപ്പോ അവരൊരു സ്റ്റുഡിയോയുടെ കാര്യം പറഞ്ഞു. എനിക്ക് അറിയത്തില്ല. അപ്പൊ ഉടനെ തന്നെ അവര് ചോദിക്കുവാണ്, ചേട്ടൻ വെള്ളം അടിച്ചിട്ടുണ്ടോ ചോദിക്കും. ഞാൻ വെള്ളം അടിച്ചിട്ടില്ല. ഇവളുണ്ടല്ലോ 10 രൂപ കൊടുക്കാന്ന് പറഞ്ഞ പൂരപ്പറമ്പിൽ പബ്ലിക് ആയിട്ടിരുന്ന് മൂത്രമൊഴിക്കുന്ന കക്ഷിയാ. ഇവളത് വലിയ ഇഷ്യൂ ആക്കിയപ്പോൾ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഓട്ടോറിക്ഷ ഓടിച്ചാ ജീവിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു വൈറൽ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഈ കണ്ട നാട്ടിലുള്ള ആൾക്കാർ മുഴുവൻ അത് കണ്ടു. എന്തോരം ആൾക്കാരുണ്ട്. എന്നെ ഓട്ടം വിളിക്കുന്നില്ല. ഞാനിത് കട എടുത്തു. എടാ നാറി, നിനക്ക് നാണമുണ്ടോ? എടാ മുതുകാളെ, നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഞാനിത് കട എടുത്ത് വെച്ചോണ്ട വണ്ടിയാ. എന്നാ ചെയ്യണേ? എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിള്ളേരറിഞ്ഞു. എല്ലാം കൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ അല്ലെങ്കിലും ഈ പെണ്ണിന് ഈയിടായിട്ട് കുറച്ച് അഹങ്കാരം കൂടുതലില്ലേ? അഹങ്കാരം ഉണ്ടോ? എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം. പോയിട്ട് രാവിലെ വരാം.